യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി എന്തെന്നറിയുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി എന്തെന്നറിയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, ലൂക്ക 4:18, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഒരു തിരുവചനം കൂടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ 11-ാമത്തെ തിരുവചനം. ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക. ഇത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയെക്കുറിച്ച് പറയുന്നതാണ്. സമൂഹം പറഞ്ഞു, ഈ വ്യഭിചാരിണിയെ നമുക്ക് വേണ്ട, ഈ വ്യഭിചാരിണിയെ നമുക്ക് വേണ്ട. അവർ തള്ളിക്കളയുകയാണ്. എന്നാലോ ഈശോ പറയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഞാൻ നിന്നെ വിധിക്കാത്തതിന് കാരണം എന്താണ്? എന്നിൽ നിനക്കും ഒരു സ്ഥാനമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന വളരെ സുന്ദരമായ തിരുവചനം ഇതാണ്: എൻ്റെ കർത്താവിൽ എനിക്കൊരു ഇടമുണ്ട് എന്നുള്ളതാണ്. ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയാണ്, നമ്മുടെ കൂടെ നടക്കാത്തവൻ നിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. നിന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾ, എന്നാൽ നമ്മുടെ കൂടെ നടക്കാത്തവൻ നിന്റെ പേരിൽ അത്ഭുതം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞു, മേലാൽ ഞങ്ങളുടെ ഗുരുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ചെയ്യാൻ പാടില്ല, അതൊക്കെ ഞങ്ങൾക്കുള്ളതാണ്. ഉടനെ ഈശോ അവനോട് പറഞ്ഞു, ലൂക്ക 9:49, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയണ്ട, എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്, അവനും എന്നിൽ ഒരിടമുണ്ട്. ഇതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം എന്ന് പറയുക. അതിൻ്റെ വീതി എന്ന് പറയുക, എനിക്കെൻ്റെ കർത്താവിൽ ഒരിടമുണ്ട്. എനിക്കൊരു സ്ഥാനം എൻ്റെ കർത്താവിലുണ്ട്. എനിക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. പ്രിയമുള്ള സഹോദരിമാരെ, നമുക്കൊക്കെ കഴിയുന്നുണ്ടോ ഈ ഒരു വിലപിടിപ്പുള്ള മുത്ത് ലോകത്തിന് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ? നിനക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെന്ന്, നിനക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. സ്നേഹത്തിൻ്റെ പൂർണ്ണതയായി സന്യാസം ആഘോഷിച്ചുകൊണ്ട് ലോകത്തിന് നമ്മളൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം ഇതാണ്: എനിക്കോ നിനക്കോ പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ടൊക്കെയാ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ആഘോഷിക്കണമെന്ന് പറയുക. വല്ലപ്പോഴും ഒരു സന്യാസ ജീവിതത്തിലെ 25 ഒന്നും മാത്രം ആഘോഷിക്കേണ്ടതല്ല. കാരണം അതുവരെ എല്ലാവരും ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടും. ഞാൻ ഇന്നാളെ എൻ്റെ അച്ഛന്മാരോട് പറഞ്ഞു, വലിയ കാര്യമായിട്ട് ഇവിടെ ഞങ്ങൾ വലിയൊരു ജൂബിലിയൊക്കെ ആഘോഷിച്ചു. അത് പൗരോഹിത്യത്തിൻ്റെ 50 വർഷമായെത്തിയതാണ്. നമ്മളൊക്കെ അതുവരെ ഉണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ.
എന്നാലൊരു ആഘോഷത്തിൽ കൂടാനുള്ളൊരു താല്പര്യമുണ്ടല്ലോ. നല്ലൊരു കസേരയിലൊക്കെ ഇരുത്തി എല്ലാവരും വന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വാരി തന്നു, നല്ലൊരു ഭക്ഷണമൊക്കെ തന്നു. അന്നത്തെ ദിവസം എല്ലാവരും അടുത്ത് വന്ന് കൈയൊക്കെ ഒന്ന് കുലുക്കി വിഷ് ചെയ്തു. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ എൻ്റെ ജൂബിലി ഇപ്പം കൂടെ ആഘോഷിച്ചു. ഇത് മനസ്സിൻ്റെ ഒരു കൊതിയാണെന്നേ. നമ്മളൊക്കെ ആഘോഷത്തിൻ്റെ വിഷയമായി മാറുക എന്നുള്ളത്, പ്രിയമുള്ള സഹോദരന്മാര്, നമുക്ക് കഴിയോ? നമ്മുടെ ജീവിതങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ ആഘോഷത്തിൻ്റെ വകയാക്കി അങ്ങ് എടുത്തു വയ്ക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. എനിക്കൊരു സ്ഥാനമുണ്ട് ഈ സമൂഹത്തിൽ. എനിക്ക് പകരം വയ്ക്കാൻ ഇവിടെ ആരുമില്ല. ആരെ കൊണ്ടും നികത്താൻ പറ്റുന്നതല്ല എൻ്റെ ഈ സ്ഥാനം. ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയായി കർത്താവ് വിവരിച്ചു തരിക. നമ്മളെന്തിനാ നിരാശയിൽ കഴിയുന്നേ? മുൻ പ്രസിഡന്റ് പറയായിരുന്നു, ഭാരതത്തിൽ കുറെ വീരന്മാരും പിന്നെ കുറേയുള്ള സാധാരണ മനുഷ്യരും. ഇങ്ങനെയാണ് ജനത്തിൻ്റെ കണക്ക് കൂട്ടൽ. വീരന്മാരായിട്ട് നമ്മൾ കുറച്ചു പേരെയൊക്കെ എണ്ണു. ഇങ്ങനെ ബാക്കിയുള്ളവരോ കഴിവില്ല, പ്രാപ്തിയില്ല, ഒന്നുമില്ല. ഇത് ലോകത്തിൽ മാത്രമല്ല, സന്യാസ ജീവിതത്തിലും കിടപ്പുണ്ട്. നമ്മൾ കുറെ പേര് മാത്രം ശ്രേഷ്ഠരായി പരിഗണിക്കുന്നു. നമ്മളോ എന്തിനും കൊള്ളില്ലേ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഈ ലോകത്തിന് മുമ്പിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത നൽകുന്ന, സന്യാസം ആഘോഷിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് മറ്റൊന്നുമല്ല. കാരണം പുറത്ത് വേറൊരു വഴിയുണ്ടെന്നറിയാമോ? ഒന്നല്ലെങ്കിലും പോയി അവർക്ക് ആത്മഹത്യ ചെയ്യാം. നമുക്ക് അതുപോലും പറ്റില്ല. അവിടെ നമുക്കൊരു സന്ദേശമുള്ളൂ. നമ്മുടെ ജീവിതത്തെ നമുക്ക് ആഘോഷിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം, എനിക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. എനിക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലാത്തതിനാൽ എൻ്റെ ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എനിക്ക്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് എന്താ ചെയ്യുന്നത്? ലൂക്ക 15:11 മുതലുള്ള തിരുവചനത്തിൽ പിതാവ് എന്താ ചെയ്തേ? കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നങ്ങ് ഒരുക്കുകയാണ്. എന്നിട്ട് പിതാവ് എന്താ പറഞ്ഞ്? മോനെ, നിനക്ക് പകരം വയ്ക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു. നിനക്ക് പകരം വയ്ക്കാൻ നമുക്ക് ആരുമില്ല. സന്യാസ ജീവിതത്തിൽ നമ്മളൊക്കെ സ്വന്തമാക്കുന്നതായിട്ടുള്ള പുണ്യം ഇതാണ്. പൗലോസ്ലീഹ പറയല്ലോ, മരിച്ചു കഴിഞ്ഞാലും നേട്ടമാണ്, ജീവിച്ചാലും നേട്ടമാണ്. എങ്കിലും പ്രിയമുള്ള സഹോദരിമാരെ, ആരും മരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആത്മശോധന, ഞാനും മരിക്കാനായിട്ട് നമ്മളാരും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരി വല്ലോണം അങ്ങോട്ട് മരിച്ചു പോകാൻ വേണ്ടിയിട്ട് സകലവിധ ശുദ്ധീകരണ ആത്മാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കലും സഹോദരിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന് ഒരു സഹോദരി ചൊല്ലിക്കൊടുക്കുകയാണ്. എന്തെന്നറിയോ? മരിച്ച ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഗം ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തേത് ചൊല്ലിക്കൊടുക്കണേ? നല്ല മരണത്തിന് ഒരുക്കാണ് ചോന്നു. ലോകത്തിലും നടക്കട്ടെ. പക്ഷെ നമുക്കോ, മരണാസന്നയായ ഈ രോഗിയാണെങ്കിലും വേദനയിൽപ്പെട്ട് കിടക്കുന്ന ഈ മകനാണെങ്കിലും നിന്റെ ഒഴിവ് നികത്താൻ ഇവിടെ ആരുമില്ല. നിന്റെ ഒഴിവ് നികത്താനായിട്ട് ഇവിടെ ആരുമില്ല. അങ്ങനെ നമ്മൾ സന്യാസം ആഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകം പറയും, ഇവരാണ് സ്നേഹത്തിൽ പൂർണ്ണരെന്ന്. മൂന്നാമത്തേത്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് നിങ്ങൾ അനുഭവിക്കും. അങ്ങനെ സ്നേഹത്തിൽ പൂർണ്ണരാകും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് അനുഭവിക്കും. എന്താണ് ആഴം? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണ്? ലൂക്കാ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ ധൂർത്തപുത്രൻ
ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നത്, അവൻ്റെ തിരിച്ചുവരവ് അത്ര വലിയ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഗതികേട് കൊണ്ട് തിരിച്ചു വന്നതാ. അവൻ ഓർക്കുന്ന കാര്യം എന്തെന്നറിയോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്ര പേരാ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്? ഞാനോ പന്നിയോട് മത്സരിച്ച് കിടക്കുന്നു. ഇതാണ് അവൻ്റെ സുബോധം എന്നുള്ളതാണ്. അത് നമ്മൾ മാനസാന്തരത്തിൻ്റെ വലിയ കൃപയായിട്ടൊന്നും എണ്ണേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവന് സുബോധം ഉണ്ടായത് അവൻ്റെ ഗതികേട് ഓർത്തിട്ടാണ്. വയറ് നിറയ്ക്കാൻ ഒന്നുമില്ല. അതിനവൻ കണ്ടെത്തിയൊരു വഴി എന്തെന്നറിയോ? വയറ് നിറയ്ക്കാൻ കണ്ടെത്തിയ വഴി ഇതായിരുന്നു: നീ എന്നെ ദാസനായിട്ട് കരുതിയാ മതി, നീ എന്നെ കൂലിക്കാരനായിട്ട് കരുതിയാ മതി. കണ്ടെത്തിയ വഴിയാ. പിതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, വയറ് നിറച്ച് ഭക്ഷണം നീ എനിക്ക് തന്നാ മതി, നീ വേണമെങ്കിൽ വേലക്കാരുടെ കൂടെ എന്നെ കെടുത്തിക്കൊള്ളാൻ. എന്ത് മാനസാന്തര, എന്ത് മാനസാന്തരാണത്? അപ്പൊ പിതാവ് മനസ്സിൽ പറഞ്ഞു, മോനെ, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ദുഃഖം എനിക്കുണ്ടായില്ല. എവിടെയെങ്കിലും പോയി ജീവിക്കുന്നുണ്ടായിരിക്കും, കൺവെട്ടത്തില്ലല്ലോ എന്നാ ഞാൻ കരുതിക്കൊണ്ടിരുന്നേ. അപ്പോ പിതാവ് പറയാണ്, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിമിഷം മുതൽ ഞാൻ ഓർക്കുക മറ്റൊന്നുമല്ല, നീ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ കൺവെട്ടത്തില്ലല്ലോ. ഇപ്പോ ഈ നിമിഷം മുതൽ നീ എൻ്റെ കൺവെട്ടത്ത് കാണാൻ തുടങ്ങുകയാണ്, അടിമയായിട്ട്. എൻ്റെ കൺവെട്ടത്ത് ഞാൻ കണ്ടു തുടങ്ങുകയാണ്. എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ കുടുംബത്തിലെ ഒരു അടിമയായിട്ട് ഞാൻ കാണാൻ തുടങ്ങുകയാണ്. എനിക്ക് ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. കൺവെട്ടത്ത് നിന്നെ അടിമയായി കാണുന്നത്. സ്നേഹത്തിൽ പൂർണ്ണരാകാനുള്ള വിളി സ്വീകരിച്ചിട്ട് സന്യാസം ആഘോഷിക്കാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ അടിമത്തത്തിൽ കഴിയുന്നതായിട്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല. എത്ര പേരുടെ മുമ്പിലൊക്കെ ദൈവം കണ്ണ് പൊത്തനുണ്ടാവും, നമുക്കറിയില്ല. ഉന്നതങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനും പറ്റണില്ല. നമ്മുടെ മടുപ്പ് കണ്ടിട്ട് ദൈവം മനസ്സൊരുക്കുക, ആഘോഷിക്കാൻ പറ്റാത്ത ജീവിതങ്ങളെ കണ്ടിട്ട്. അതിന് പിതാവ് ഒരു വഴി കണ്ടെത്തി. ഇവന് സുബോധം ഉണ്ടായെങ്കിലും അവൻ മാനസാന്തരത്തിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് ഇവനെ ഒന്നും മാനസാന്തരപ്പെടുത്തുക? അതിന് പിതാവ് കണ്ടെത്തിയൊരു വഴിയാണ്. വന്ന പാടെ തന്നെ അവൻ എന്തൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളും പഠിച്ചു വയ്ക്കുമല്ലോ. ഏത് രീതിക്കൂടെ നമ്മൾ പ്രയോഗിച്ചാലാണ് നമ്മുടെ കാര്യം നടക്കണേന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ ഇങ്ങനെ എഴുതി കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആരുടെ അടുത്ത് സമീപിക്കണേന്ന് നമ്മളിങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക വഴിയൊക്കെ ഉണ്ട്. അതിലൂടെ പോയി അവനൊരു ഫോർമുലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫോർമുല അവൻ അങ്ങ് പറയുന്നതിന് മുമ്പ് തന്നെ പിതാവ് എന്ത് ചെയ്തെന്നറിയോ? അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഒരു മുത്തം അങ്ങ് കൊടുത്തു. വിരൂപനായവനെ പിതാവ് കെട്ടിപ്പിടിച്ച് അങ്ങ് ചുംബിച്ചു. വിരൂപനായവനെ പിതാവ് കെട്ടിപ്പിടിച്ച് അങ്ങ് ചുംബിച്ചു കഴിഞ്ഞിട്ട് പിതാവ് പറഞ്ഞു, ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത് എന്ത് കണ്ടിട്ടെന്നറിയോ? ഞാൻ നിനക്ക് മുത്തം തരുന്നത് എന്തിൻ്റെ പേരിലെന്നറിയോ? നിന്റെ ഈ മുഖം, ഈ ഷേപ്പും കണ്ടിട്ടല്ല, അതിൻ്റെ ഉള്ളിലെ ആന്തരിക സൗന്ദര്യം കണ്ടിട്ടാണ് ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് ചോദിച്ചാല്, ആ ആഴം നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാല് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ പുറം കണ്ട് നമ്മെ സ്നേഹിക്കുന്നവനല്ല, മറിച്ച് നമ്മിലെ ആന്തരിക സൗന്ദര്യം കണ്ട് നമ്മെ സ്നേഹിക്കുന്നവനാണ്. ആന്തരിക സൗന്ദര്യം എന്നിലെ എപ്പോഴും കാണുന്ന എൻ്റെ കർത്താവ്. ഇതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുക. ഈ ആഴം ഞാൻ അനുഭവിക്കുമ്പോഴാണ് എനിക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റാത്തത്.
എനിക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ സന്യാസ ജീവിതത്തിൽ സ്നേഹിക്കൽ പൂർണ്ണരാണ് എന്ന് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. നമുക്ക് മുമ്പിൽ കുഷ്ഠരോഗിയോ എയ്ഡ്സ് രോഗിയോ മാനസിക രോഗിയോ ആരുമായിക്കൊള്ളട്ടെ, എന്തേ നമുക്ക് തിരിച്ചു വ്യത്യാസങ്ങളില്ലാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മളിത് അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യം എൻ്റെ കർത്താവ് കാണുന്നു. എൻ്റെ ആന്തരിക സൗന്ദര്യം കണ്ട് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്കാരെയും തിരിച്ചു ഭേദമില്ലാതെ സ്നേഹിക്കാനും അംഗീകരിക്കാനും സാധിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് ചോദിച്ചാൽ, എന്നിലെ ആന്തരിക സൗന്ദര്യം കാണുന്നവൻ എൻ്റെ കർത്താവ് മാത്രമാണ്. ഇതല്ലേ സന്തോഷം എന്ന് പറയുക? ഇതല്ലേ സന്തോഷം എന്ന് പറയുക? എൻ്റെ ആന്തരിക സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുക വലിയ സന്തോഷമാണ്. നമ്മൾ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പും ശരീരത്തിൻ്റെ വണ്ണവും വളവും ഒക്കെ നമ്മളങ്ങ് മറന്നു പോവുകയാണ്. എന്നിട്ടോ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ആന്തരിക സൗന്ദര്യം കണ്ട് ആഹ്ലാദിക്കാൻ കഴിയുക. അവിടെയാണ് സന്യാസ ജീവിതം ആഘോഷമായി തീരുക. അതുകൊണ്ടല്ലേ എപ്പോഴും ചിരിച്ചിരിക്കുന്ന സഹോദരിമാർ, ഹൃദയത്തിൻ്റെ കണ്ണാടിയായ മുഖത്ത് സന്തോഷം വിരിയുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദരിമാരെ, അത് നിമിഷ നേരത്തേക്കല്ല, മറിച്ച് കർത്താവ് എൻ്റെ ആന്തരിക സൗന്ദര്യം കണ്ട് എന്നെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പ്രകാശനമാണ് എൻ്റെ മുഖത്ത്. നാലാമത്തേത്, ഇപ്പം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണ്? എൻ്റെ ആന്തരിക സൗന്ദര്യം എൻ്റെ കർത്താവ് കാണുന്നു. നാലാമത്തേത്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരമെന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരമെന്താണ്? വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു തരും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരം എന്തെന്ന് ചോദിച്ചാൽ, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. എന്നെ മാറ്റുന്നവനാണ് യേശു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 18 തിരുവചനം, നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ചാണ് പലപ്പോഴും ഒക്കെ സംഭവിക്കണേ. രൂപാന്തരം നേരെ തിരിച്ചാ സംഭവിക്കണേ. നമ്മൾ കൂടുതൽ വികൃതനായും വിരൂപനായും ഒക്കെ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയാണ്, കർത്താവിൻ്റെ സ്നേഹം എന്തെന്നറിയോ? എന്നെ ഓരോ നിമിഷവും അത് രൂപാന്തരപ്പെടുത്തുകയാണ്. ഇതാണ് ആ സ്നേഹത്തിൻ്റെ ഉയരം എന്ന് പറയുക. ഇതാണ് സ്നേഹത്തിൻ്റെ ഉയരം എന്ന് പറയുക. കർത്താവിൻ്റെ സ്നേഹം എന്നെ മാറ്റുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്. വെളിപാട് പുസ്തകത്തിൽ ഇതിൻ്റെ സുന്ദരമായ ഒരാവിഷ്കാരം കിടക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായം, വെളിപാട് 4:4. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവര് വെള്ളവസ്ത്രധാരികളാണ്. നമ്മൾ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കളർ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ.
പക്ഷെ അത് എന്തൊരു വലിയ സന്ദേശം തരുന്നതായി വസ്ത്രം തന്നെ. നാളെ ഏതാച്ചന്മാർ പറഞ്ഞു കേട്ടു, ഒരു 2-3 ആഴ്ച തന്നെങ്കിലും ഇടാൻ പറ്റുന്ന ഉടുപ്പുള്ളൊരു കളർ കിട്ടണമെന്ന് എന്ന് പറഞ്ഞാൽ അതുവരെ അങ്ങ് നീണ്ടു പോകണമെന്ന്. നിങ്ങളുടെ കളറും അതുപോലെയൊക്കെ ഒപ്പം നിൽക്കുന്നതാണിത്. പിന്നെ ഇതിലിപ്പോൾ എന്തുമാത്രം പറ്റിയാലും ഒരു ലോകം അറിയാൻ പോണില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, വലിയ ചെളി പറ്റാതിരിക്കാൻ വേണ്ടി പള്ളിയിൽ മാത്രമേ വെള്ളം ഇടുകയുള്ളൂ, ആരും കാണുന്നില്ലല്ലോ. പക്ഷെ തിരുവചനം പറയാണ്, സ്വർഗത്തിലൊരു സമൂഹമുണ്ട്, അവര് ധവള വസ്ത്രധാരികളാണ്, അവരുടെ പേര് ശ്രേഷ്ഠന്മാരെന്നാണ്. അർത്ഥം ഇതാണ്, വിജയം വരിച്ചവർ. ധവള വസ്ത്രധാരികള് സ്വർഗത്തിലുള്ളവര് ശ്രേഷ്ഠന്മാരാണ്, അവർ ലോകത്തിൻ്റെ മേല് ജയം വരിച്ചവരാണ്, ജയാളികളാണ് അവര്. ഈ ലോകത്തിൽ നമ്മൾ ഈ വെള്ള വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ നമ്മൾ എന്ത് പ്രഖ്യാപിക്കുകയാണ്? ഞങ്ങളും വിജയം വരിച്ചവരാണേ എന്ന്. പരീക്ഷകളൊക്കെ നമ്മൾ എഴുതി പാസ്സാകുന്നുണ്ട്. നമ്മളും വിജയം വരിച്ചവരാണേ എന്ന്. എന്തിൽ വിജയം വരിച്ചിരിക്കുന്നു? കർത്താവിനോട് അനുരൂപപ്പെടാനായി ഞങ്ങളും ജയം വരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവിനോട് അനുരൂപപ്പെടാനായി ഞങ്ങളും ജയാളികളായി തീർന്നിരിക്കുകയാണ്. അപ്പോ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു തരുന്നു, അതെന്നെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ്. ഞാൻ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം മാറലൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെ മുഖം കാണുകയാണെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെ അടുത്ത് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ആ മുഖം അങ്ങോട്ട് ചോർന്ന് തുടുക്കുക. പിന്നെ സ്തെഫാനോസിനേലും അപ്പുറത്താണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുക കർത്താവിൻ്റെ സ്നേഹം എന്നെ രൂപാന്തരപ്പെടുത്തുന്നതായി, അതെൻ്റെ സമസ്ത മേഖലകളിലേക്കും ആ രൂപാന്തരം വന്നിരിക്കുന്നതായും ദർശിക്കാൻ കഴിയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നൽകിയ തിരുവചനത്തെ ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ തിരുവചനത്തിൻ്റെ മാധുര്യം ഇതാ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും നിറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിച്ചുകൊണ്ട് സ്നേഹത്തിൽ പൂർണ്ണരായി സന്യാസം ആഘോഷിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. നിൻ്റെ വിളിയുടെ മഹാത്മ്യം സ്നേഹത്തിൽ പൂർണ്ണരായി തീരുന്നതിന് വേണ്ടിയാണ്. കർത്താവേ, നീ എനിക്ക് നൽകിയ ഈ വലിയ കൃപയെ ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ പിതാവിൻ്റെ സ്നേഹം മുഴുവനുമായി വെളിപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മാംസം ധരിച്ചു യേശു ക്രിസ്തുവിലൂടെ. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരാനും അങ്ങനെ സന്യാസം ആഘോഷിക്കാനുമായി വിളി സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ, അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ അടയാളമായി ലോകത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ എനിക്ക് നൽകണമേ. യേശുവേ, നിന്നിലൂടെ ലോകം അനുഭവിച്ച
ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, അനുദിനം ശിഷ്യരെ ദൈവസ്നേഹത്തിൽ നിറച്ചതുപോലെ എൻ്റെ ജീവിതയാത്രയിൽ, എൻ്റെ ജീവിത വഴികളിൽ സ്നേഹത്തിൻ്റെ നിറവുമായി നീ എൻ്റെ ജീവിതത്തിൽ അവതരിക്കണമേ. ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ നിറയ്ക്കണമേ. ഓ ദൈവമേ, അങ്ങെന്നെ ഓർക്കുന്നു, അങ്ങെന്നെ സ്നേഹിക്കുന്നു. ഓ ദൈവമേ, എന്നെക്കുറിച്ച് അങ്ങേക്ക് പദ്ധതിയുണ്ട്, നാശത്തിൻ്റേതല്ല, ക്ഷേമത്തിൻ്റേതും ഐശ്വര്യത്തിൻ്റേതും. ഞാൻ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.